വൈദ്യുതി നിരക്ക് കൂട്ടേണ്ടി വരുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലായിരിക്കും വർധനയെന്നും മറ്റ് മാർഗങ്ങളില്ലെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇലക്ട്രിസിറ്റി ബോർഡ് ഉയർത്തണം എന്നുള്ളൊരു ചെലവും വരവും കണക്കാക്കിയിട്ട് റെഗുലേറ്ററി കമ്മീഷനാണ് ഒരു തീരുമാനം എടുക്കുക. ഈ സ്ഥാപനം നിലനിൽക്കണ്ടേ, ആ രീതിയിലായിരിക്കും അത് ചെയ്യുക. നമ്മൾ ഡിമാൻഡ് കൂടുകയും നമുക്ക് പർച്ചേസിൻ്റെ വില കൂടുതലും വരുമ്പോൾ നമുക്കതനുസരിച്ചിട്ടല്ലേ ചിലവ് വരുത്തുള്ളൂ. വരവും ചിലവും പൊരുത്തപ്പെട്ടു പോകണ്ടേ. ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അതിനനുസരിച്ചിട്ട് പിന്നെ ഗവൺമെൻറ് അതിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്. ഗവൺമെൻറ് അത് ഇടപെട്ട ശേഷം ഉപഭോക്താക്കൾക്ക് വിഷമമുണ്ടാക്കാത്ത രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, ഇപ്പോൾ ആവശ്യം കൂടുതലുണ്ട്, പുറത്തുനിന്നാണ് 70% വാങ്ങുന്നത്. അങ്ങനെയെങ്കിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം അത് അനിവാര്യമാണ് എന്നതാണോ മന്ത്രി വ്യക്തമാക്കിയത്? തീർച്ചയായിട്ടും അനുജ, സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ് അദ്ദേഹം. ഉപഭോക്താക്കൾക്ക് വലിയ പ്രയാസം ഉണ്ടാകാത്ത തരത്തിലായിരിക്കും ഈ നിരക്ക് വർധനയോടുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. നേരത്തെ പലതവണ ഇത്തരത്തിൽ നിരക്ക് വർധന നടപ്പാക്കേണ്ടി വന്നപ്പോഴും ആളുകൾക്ക് പ്രയാസം ഉണ്ടാകാത്ത രീതിയിൽ അത് നടപ്പാക്കാൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. 70% വൈദ്യുതി ഇപ്പോൾ പുറത്തു നിന്നാണ് വാങ്ങിക്കുന്നത്. ഇപ്പോഴത്തെ സർക്കാരിന്റെ ഒരു സാമ്പത്തിക ശേഷി അനുസരിച്ച് അത് പര്യാപ്തമാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നിരക്ക് വർധന ജനങ്ങൾക്ക് സ്വാഭാവികമായും വിഷമം ഉണ്ടാക്കും. നിരക്ക് വർദ്ധിപ്പിക്കുകയല്ലാതെ പക്ഷെ മറ്റു വഴികളില്ലാത്തതിനാലാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടക്കേണ്ടി വന്നതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ആഭ്യന്തര ഉൽപാദനം നടത്താൻ സാധ്യതകളുണ്ട്, എന്നാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തടസ്സങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ് പല മേഖലകളിൽ നിന്ന്. അതേസമയം ഈ നിരക്ക് വർധന ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായില്ല, അതായത് നിയന്ത്രണം ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ആലോചന ബോർഡിന് മുന്നിൽ ഇല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഐഡൽ പ്രൊജക്ടുകൾ വരണം, ഇത് തുടങ്ങിയാൽ മാത്രമേ ചെറിയ വിലയ്ക്ക് വൈദ്യുതി നൽകാൻ കഴിയൂ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അനുജ, നിഖിൽ, ഇത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുമെന്നുള്ളത് അസന്നിഗ്ധമായി തന്നെ മന്ത്രി പ്രഖ്യാപിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് എപ്പോൾ മുതൽ എന്നതിൻ്റെയൊക്കെ തീരുമാനങ്ങൾ എങ്ങനെയാണ്? എത്ര കൂട്ടേണ്ടി വരും എന്നതിലൊക്കെയുള്ള കൃത്യമായ തീരുമാനം? അനുജ, ബോർഡ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ്, സർക്കാരിന്റെ മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതുമായി മുന്നോട്ട് പോകേണ്ടി വരും. അത് എത്ര അളവിൽ ഏതളവിൽ എന്നുള്ള കാര്യത്തിൽ ധാരണയായിട്ടില്ല. അതിലെ അന്തിമമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പക്ഷേ ആളുകൾക്കൊരു ഇരുട്ടടി ആകാതെ വൈദ്യുതി പ്രതിസന്ധിയുണ്ട്, വൈദ്യുതി നിരക്ക് വർധന അനിവാര്യമെന്ന് വൈദ്യുതി മന്ത്രി